പത്തനംതിട്ടയിൽ ജ്യൂസിൽ മയക്കുമരുന്ന് നൽകി യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. തട്ട സ്വദേശി വിനോദാണ് അറസ്റ്റിലായത്. മൊഴി നൽകിയിട്ടും പ്രതിയെ പിടികൂടുന്നില്ലെന്ന് യുവതി DGPക്കും SP-ക്കും പരാതി നൽകിയിരുന്നു. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. ഒടുവിൽ പ്രതി പിടിയിൽ അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഒടുവിൽ പ്രതി പിടിയിലായിരിക്കുന്നു. പ്രതി ഓട്ടോ ഡ്രൈവറാണ്, തട്ട സ്വദേശി വിനോദ്. ഇയാൾ ഈ പരാതി നൽകിയ യുവതിയെ ഓട്ടോയിൽ സവാരിക്കായി കൊണ്ടുപോയിരുന്നു. ഓട്ടം വിളിച്ചിരുന്നു യുവതി. ഇതിനിടെ ഇയാൾ ലൈസൻസ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വീടിന്റെ മുന്നിൽ ഓട്ടോറിക്ഷ നിർത്തുകയും അതിനുശേഷം ലൈസൻസ് എടുക്കാൻ എന്ന രീതിയിൽ വീട്ടിലേക്ക് കയറി പോവുകയും ചെയ്തു. ആ സമയം യുവതിയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് പറയുകയും ചെയ്യും. സ്വാഭാവികമായും യുവതി ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ഇയാൾ ഒരു ജ്യൂസ് നൽകുകയും ചെയ്തു. പിന്നീട് തനിക്ക് ബോധം നഷ്ടപ്പെട്ടു എന്നാണ് യുവതി പറയുന്നത്. ക്രൂരമായ ബലാത്സംഗത്തിന് പ്രതി യുവതിയെ ഇരയാക്കി. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന 1 പവൻ തൂക്കം വരുന്ന 2 വളകളും ഇയാൾ ഊരി വാങ്ങി. പിന്നീട് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പുറത്ത് പറയുകയാണെങ്കിൽ പിന്നീട് പല സ്ഥലങ്ങളിലും നഗ്ന ദൃശ്യങ്ങൾ പുറത്ത് കാണിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇയാൾ പീഡിപ്പിച്ചു. പത്തനംതിട്ട KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചു. ഒപ്പം തന്നെ പന്തളത്തും ഇതുപോലെ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചു. ഒടുവിൽ നിവൃത്തികെട്ട് ഈ യുവതി ഈ വിനോദിന്റെ ഭാര്യയെ വിവരം അറിയിച്ചു. അതോടുകൂടി ഇയാൾ ടാങ്കർ ലോറിയിലേക്ക് ഈ യുവതിയെ ബലം പ്രയോഗിച്ച് കയറ്റി ടാങ്കർ ലോറിയിൽ ഉണ്ടായിരുന്ന ലിവർ ഉപയോഗിച്ചുകൊണ്ട് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു. പരാതിയിലൊക്കെ യുവതി ഇക്കാര്യം പറയുന്നുണ്ട്. റിപ്പോർട്ടർ ടിവിയോടും യുവതി പ്രതികരിച്ചിരുന്നു. ഏതായാലും പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നൊരു ആരോപണം കൂടി യുവതി ഉന്നയിച്ചിരുന്നു. ഏതായാലും പോലീസ് ഇപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിനോദിനെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രിയിലാണ് വിനോദിനെ അറസ്റ്റ് ചെയ്തത്. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ഇയാൾ വിധേയമാവുകയാണ്. അരുൺ, ഓക്കെ, അപ്പോൾ അങ്ങനെ ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണല്ലേ നാട്ടിൽ നടക്കുന്നത്? സവാരിക്ക് വരുന്ന യുവതിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുക, പീഡിപ്പിക്കുക, പിന്നീട് നഗ്നദൃശ്യങ്ങളെടുത്ത് വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യുക. എന്തായാലും ഒടുവിൽ പ്രതിയെ പോലീസ് എടുത്തിരിക്കുന്നു. ആദ്യം ഒരുപക്ഷെ പോലീസിന് ഈ കഥ അവിശ്വസനീയമാണെന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇത്തരമൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ഉടൻ തന്നെ കേസ് എടുക്കുക, പ്രതിയെ പിടികൂടുക. അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതായിരുന്നു ഇവിടെ യുവതിയുടെ പരാതി. ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്ന് പ്രവീൺ പുരുഷോത്തമൻ അറിയിക്കുന്നു.